അവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നെന്ന് ആലോചിച്ചു. ഉള്ളവരെല്ലാം പുറത്ത് പോയിട്ടില്ലേ? അവരുടെ കൂടെ നിന്ന സകല ആൾക്കാരും ഇപ്പം എഗെയിൻസ്റ്റ് ആണെന്ന് അതിൽ തന്നെ മനസ്സിലാക്കാമല്ലോ. ഇപ്പോഴും ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് പറയുന്ന ഈ വെറുതെ തിമിരം ബാധിച്ച കണ്ണുകൊണ്ട് നോക്കരുത്, അവരുടെ കാര്യം മനസ്സിലാക്കി ഇത്തരം ടോക്സിക് ആയിട്ടുള്ള കണക്ഷനിൽ നിന്ന് ഫാൻ പേജ് സെക്ഷൻസിൽ നിന്ന് ഫാൻ വിങ് ആയിട്ട് വർക്ക് ചെയ്യാതിരിക്കുക, പുറത്തിറങ്ങുക. ഇത് വെറും ഫേക്ക് ലേഡിയാണ്, കാപ്പട്ടി മാത്രമുള്ളൊരു ലേഡിയാണ്. ഈ ക്യാഷിൻ്റെ കാര്യങ്ങൾ എനിക്കറിയില്ല. കാരണം നമ്മൾ പിന്നെ അതിൻ്റെ ഒരു കാര്യം, നമ്മളായിട്ട് അവരൊരു ഇമോഷണലി നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ സിമ്പത്തി കാണിച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ഇവർ നമ്മൾ തന്നെ ക്യാഷ് ഇട്ട് കൊടുക്കുമല്ലേ, അതാണ് ഒരു പ്രശ്നം. പിന്നെ ഞാൻ എന്താ പറയുക, ഞാൻ ആ ഒരു ഇതിലിടാത്ത എന്താ വെച്ചാൽ ഞാൻ സംഭാവന കൊടുത്തത് ആ സമയത്തൊക്കെ അവർ ഭയങ്കര വീരവനിതയാണ്. ഝാൻസി റാണിക്ക് ഞാൻ സംഭാവന കൊടുത്തതാണ്, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സ്ത്രീയെ ട്രസ്റ്റ് ചെയ്യരുത്, ഈ സ്ത്രീ കൂടെ നിൽക്കുന്നവരെ ഒഴിവായി പോകണം തീർച്ചയായിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളൂ എല്ലാവരോടും. ഓക്കെ. ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല ഗൈസ്, ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. പിന്നെ എന്ത് ചെയ്യാൻ, അവരുടെ ഡ്യൂട്ടി ആയിപ്പോയില്ലേ, ഇലക്ഷൻ പ്രചരണം. അപ്പം ബൈ ദുബായ്, നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പം ഇന്നും സബ്ജക്റ്റ് രേണുസുതി തന്നെയാണ്. സ്കിപ്പ് അടിച്ചാർക്കെങ്കിലും ഓടാനുണ്ടെങ്കിൽ ഓടാട്ടോ. ഞാൻ ഈ ഒരു കണ്ടന്റുമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ വാ ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോ കണ്ടാലോ? വീഡിയോ കണ്ടിട്ട് സംസാരിക്കാം. ഓക്കെ. സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പം ഏതോ കോടികൾ അക്കൗണ്ടിൽ വന്ന് അത് ഞാനും എൻ്റെ വീട്ടുകാരും എടുത്തടിച്ച് മാറ്റി തീർത്തു എന്നൊക്കെ. ഒരിക്കലുമല്ല, ഒരു കോടികളും വന്നിട്ടില്ല. കറക്റ്റ് എനിക്ക് തോന്നുന്നേ, നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് എന്തെങ്കിലും അധികാരിപ്പെട്ടോ ഈ ശരിക്കും ഇതൊരു സർവൈവൽ വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ കുറേ പേർക്ക് പറയാതെ മറുപടി കൊടുക്കുന്നു. നിങ്ങൾ പറയുന്നതൊന്നും എന്നെ ബാധിക്കുന്നില്ല, ഞാൻ ഹാപ്പിയാണെന്ന് അങ്ങനെ നമ്മളെ കാണിക്കുന്നതായിട്ടാണ് ഈ വീഡിയോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ രേണുസുധിയുടെ റീസെൻ്റ്ലി ഒരു 2 സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആ സ്റ്റോറി വേറൊന്നുമല്ല, സ്വയം ഓൺലൈൻ ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞു നടക്കുന്ന ഷെഫീനയ്ക്കുള്ള മറുപടി തന്നെയാണ് ആ സ്റ്റോറി. അപ്പോൾ എന്തായാലും ആ സ്റ്റോറി കണ്ടിട്ടേ നമുക്ക് ബാക്കി എന്തെങ്കിലും സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ രേണുസുധി ഇന്നലെ ഇട്ട ഒരു സ്റ്റോറി ഞാൻ ആദ്യം ഒന്ന് പ്ലേ ചെയ്യാം. ഇത് തെർത്താത്തയ്ക്ക് മാത്രമുള്ള വീഡിയോ ആണ്. തെർത്താത്ത സത്യമാണ്. കസ്റ്റംസ് എന്റെ പെട്ടിയെല്ലാം പിടിച്ചെടുത്ത് തെർത്താത്ത. എനിക്ക് ഭയങ്കര സങ്കടമാണ് തെർത്താത്ത. കാരണം എന്നാന്നറിയോ, ആ പെട്ടിക്കകത്ത് നിറച്ചും ഡയപ്പറായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ എന്തായാലും എന്റെ ചേച്ചി ഡെലിവറിക്ക് പോയപ്പോ ഞാൻ ചേട്ടനെ അടിച്ചോണ്ടൊന്നും പോയിട്ടില്ല മോളെ. അപ്പോൾ ഇത് രേണുസുധി ഒരാൾക്ക് കൊടുക്കുന്ന മറുപടിയാണ്. അവരെ തെറിത്താത്ത എന്ന സംബോധന ചെയ്താണ് രേണുസുധി സംസാരിക്കുന്നത്. ഓഫ് കോഴ്സ് തെറിത്താത്ത എന്ന് വിളിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അവരുടെ പേര് തെറിത്താത്ത എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വയ്ക്കപ്പെട്ടൊരു കാര്യമാണ്. കാരണം നാക്കെടുത്താൽ അശ്ലീലവും വൃത്തികേടും മാത്രം പറയുന്ന ഒരു സ്ത്രീയെ നമുക്കൊരിക്കലും പുണ്യാളത്തി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഷെഫീന ബീവി എന്ന് പറയുന്ന ആ ബീവി എന്ന് പറയുന്ന വാക്കിനെ കൂടെ ചേർക്കുന്നത് അവരുടെ ചാനൽ നെയിം ആയതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അവർക്കുള്ള മറുപടിയാണിത്. അതായത് പെട്ടി തുറന്നപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നത് ഡയപ്പർ ആയിരുന്നു എന്ന്. ഒരിക്കലും ഞാൻ ഒരാളുടെ ഡിസേബിലിറ്റിയെ കുറ്റം പറയത്തില്ല, ഒരാളുടെ വയ്യായികയെ. അത് വയ്യായിക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. നമ്മുടെ കയ്യോ കാലോ തളർന്നു പോകാം, നമുക്ക് എന്തും സംഭവിക്കാം. നമ്മൾ എത്രയോ പേര് നിൽക്കുന്ന നിപ്പിൽ BP ഒക്കെ ഇതായിട്ട് തളർന്ന്, BP ഒക്കെ ഷൂട്ടായിട്ട് എത്രയോ പേര് തളർന്ന് വയ്യായികയൊക്കെ വന്ന് പിന്നെ ഒരു സൈഡ് തളർന്ന് കിടക്കുന്നവരുണ്ട്, അരയ്ക്ക് താഴ്വശത്തോട്ട് തളർന്നു പോകുന്നവരുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ പറ്റിയതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് സംഭവിക്കുന്നതാണ്. നമ്മുടെ വിധി എങ്ങനെയാണോ അതുപോലെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും. പക്ഷേ ഇവരെ ഡയപ്പർ എന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ എനിക്ക് ലെവലേശം പോലും കുറ്റബോധം തോന്നിയില്ല. കാരണം അത്രമേൽ ഒരു സ്ത്രീ സഹിച്ചു, അവർ കേട്ടു ഒരു പരിധി വരെ. എന്തിനാണ് ഈ ഷെഫീന എന്ന് പറയുന്ന സ്ത്രീ രേണുസുധിയെ അറ്റാക്ക് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ യൂട്യൂബർ ഇതുവരെ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഈ രേണുസുധി അവർ പറയാത്ത ഇതില്ല. ഇപ്പോൾ രേണുസുധി ഇതിൽ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, സുധിച്ചേട്ടൻ്റെ പൈസ, അതായത് ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ വീട്ടുകാരും പങ്കുവെച്ചെടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആ കിട്ടിയ പൈസ ഒരു എമൗണ്ട് കിട്ടിയത് എന്ത് ചെയ്തു എന്ന് രേണു പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കേട്ടിട്ട് നമുക്ക് മൊത്തത്തിൽ സംസാരിക്കാം. കുറച്ച് പേർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്, സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പം ഏതോ കോടികൾ അക്കൗണ്ടിൽ വന്ന് അത് ഞാനും എൻ്റെ വീട്ടുകാരും എടുത്തടിച്ച് മാറ്റി തീർത്തു എന്നൊക്കെ. ഒരിക്കലുമല്ല, ഒരു കോടികളും വന്നിട്ടില്ല. കറക്റ്റ് എനിക്ക് തോന്നുന്നേ, നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് എന്തെങ്കിലും അധികാരിപ്പെട്ടോ ഇതിപ്പം എന്താ പറയുക, സംശയമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ബാങ്കിൽ വന്ന് തിരക്കാം. എത്ര രൂപയാണ് വന്നെന്നും കാര്യങ്ങളൊക്കെ ബാങ്കിലുണ്ടല്ലോ. അത് വന്നത് 75,000 രൂപ കറക്റ്റ് വന്നു. അതിന് 69
50 രൂപ തോന്നുന്നു. അതിന് നമ്മളൊരു ബൈക്ക് മേടിച്ചായിരുന്നു, ഒരു മഞ്ഞ കളറുള്ള ഒരു ബൈക്ക്. ഞാനും ഞങ്ങളെല്ലാവരും കൂടി ചെന്നാണ് കിച്ചന് മേടിച്ച് കൊടുത്തത്. കിച്ചന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ കോടികൾ വന്നിട്ടോ ഇല്ല, ഞങ്ങളാരും എടുത്ത് പൊക്കിയിട്ടോ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അഥവാ ഇനി കോടികൾ വന്നാലും ആർക്കാണ് ചോദ്യം ചെയ്യാൻ റൈറ്റ് ഉള്ളത്? ഞാൻ അതാണ് ചോദിക്കുന്നത്. രേണു സുധി, നിലവിൽ സുധിയുടെ ഭാര്യയാണ് രേണു. അവരുടെ ഭർത്താവ് മരിച്ചുപോയി എന്നുള്ളതല്ല, അത് ഇവർ ഡിവോഴ്സായിട്ട് ജീവിച്ചിട്ട് സുധി ചേട്ടൻ മരിച്ചതൊന്നുമല്ല. നിലവിൽ ഈ പൈസ അഥവാ വന്നു കഴിഞ്ഞാലും ആർക്കാണ് ചോദ്യം ചെയ്യാൻ അധികാരമുള്ളത്? ഈ ഷെഫീനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രേണുവിൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് മൊത്തം ചെലവിന് കൊടുത്തോണ്ടിരുന്നത് സുധിച്ചേട്ടനായിരുന്നു. സുധിച്ചേട്ടനാണ് ആ വീട്ടിലുള്ള ആൾക്കാരെ മൊത്തം തീറ്റിപ്പോറ്റിയിരുന്നതെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ രേണു സുധിയുടെ വീട്ടിലുള്ള ആൾക്കാരെ മൊത്തം സുധിയാണ് തീറ്റി പോറ്റിയതെന്നിരിക്കട്ടെ, രേണു സുധി ഇവർ പറയും പോലെ രേണു സുധി എന്തോ ശരീരം പ്രദർശിപ്പിച്ച് വേറെ ഏതോ വഴിവിട്ട രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. ഇത് എന്ത് തന്നെ ആയിരുന്നിരിക്കട്ടെ, ഇതെല്ലാം രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ വിഷയമാണ്. ഇതിൽ കയറി ചോദ്യം ചെയ്യാൻ ഈ സ്ത്രീ ആരാണ്? ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വെച്ചേക്കുന്നു ഇവർ ജേർണലിസ്റ്റ് ആണെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉള്ള ഒരു വീഡിയോയിലും ഇവർ പറയുന്നുണ്ട്, ഞാൻ ഓൺലൈൻ ജേർണലിസ്റ്റാണ്, എനിക്ക് കോടതി അനുവദിച്ചു തന്നതാണ്. ഏത് കോടതിയാണ് ഒരു ജേർണലിസ്റ്റിനെ അനുവദിച്ചു കൊടുക്കുന്നത്? ജേർണലിസം എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചെടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, നമ്മൾ ഏതൊരു കോഴ്സായിരുന്നാലും പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ നമ്മളതായി. ഇപ്പോൾ ഡോക്ടർ പഠിക്കുന്നവർ MBBS കഴിഞ്ഞ് MBBS മാത്രം എടുത്താൽ പോരാ, MD കൂടെ എടുത്താൽ മാത്രമേ അവർക്ക് ഒരു ഡോക്ടർ എന്നുള്ള ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. BSc നഴ്സിംഗ് പഠിക്കുന്നവർക്ക് 4 വർഷം, ജനറൽ നഴ്സിംഗ് പഠിക്കുന്നവർക്ക് 3 വർഷം, അങ്ങനെ അവരൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവരെവിടെയെങ്കിലും കയറിയിട്ട് ജോലി ചെയ്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടെ ആകുമ്പോഴത്തേക്കും അവരാ ജോലി ചെയ്യാൻ വേണ്ടി അവർ കേപ്പബിൾ ആവും. അപ്പം അതുപോലെ ജേർണലിസം എന്ന് പറയുന്നത് ജേർണലിസം പഠിച്ച് നമുക്ക് കിട്ടേണ്ട ഒന്നാണ്. അല്ലാതെ ഏത് കോടതിയാണ് ഒരു ജേർണലിസ്റ്റിനെ അനുവദിക്കുന്നത്? സുപ്രിയ മേനോൻ, പൃഥ്വിരാജിന്റെ ഭാര്യ ജേർണലിസ്റ്റാണ്, അവരെ ഏത് കോടതിയാണ് അനുവദിച്ചത്? ഇനി ഇവർ ഓൺലൈൻ ജേർണലിസ്റ്റ് ആണെന്ന് ഇവർ പറയുന്നത് തള്ളാണെന്നും കള്ളമാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ചുമ്മയാണ്. ഒരു കോടതി അങ്ങനെ ജേർണലിസ്റ്റിനെ കോടതി എല്ലാം അനുവദിക്കുന്നത്. ജേർണലിസം പഠിച്ചിട്ടാണ് നമ്മൾ ജേർണലിസ്റ്റ് ആവുന്നത്. ഇവർ മറ്റുള്ളവരെ സ്ത്രീകളുടെ അത് ചോദ്യം ചെയ്യും, സ്ത്രീകൾ ചെയ്യുന്ന ഇത് ചോദ്യം ചെയ്യും. ഞാൻ അങ്ങനെ സ്ത്രീകൾക്ക് ഉള്ള അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളാണെന്ന് ഏറ്റവും കൂടുതൽ ഇവർ അറ്റാക്ക് ചെയ്തിട്ടുള്ള സ്ത്രീകളെയാണല്ലോ. ദീപ്തി സീതത്തോടെന്ന് പറഞ്ഞ ദീപ്തി ടീച്ചറിന്റെ അടുത്ത് പോയിട്ട് മാത്രം ഇവർക്ക് പഴുത്തില്ല. ഇവർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ജസ്ന സലീം, ഷാജിദ ഷാജി, ഇതുപോലെ ഇപ്പൊ ലാസ്റ്റ് രേണു സുധി, അങ്ങനെ സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവർ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഒരാളാവുന്നത്? ഇവർ സ്ത്രീകളെ ചോദ്യം ചെയ്യുന്നു. ഒരു സ്ത്രീ ഇപ്പം രേണു സുധി ശരീരം വിൽക്കുന്നു എന്നിവർ ആരോപിക്കുന്നു. അഥവാ രേണു അങ്ങനെ ചെയ്താലും ചോദ്യം ചെയ്യാൻ ഈ സ്ത്രീ ആരാണ്? ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ആരാണ് ഇവർ ഇതിനൊക്കെ നിയോഗിച്ചത്? ഇവർ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ആരും മറുപടി പറയാത്തത്, എസ്പെഷ്യലി ഇവിടുത്തെ യൂട്യൂബേഴ്സ് ശബ്ദിക്കാത്തത് എന്തെന്നറിയാമോ? ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇവരെ വിളിച്ചിട്ടുണ്ടായിരിക്കാം. യൂട്യൂബേഴ്സ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇവരെല്ലാവർക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്ന ആളാണ്, എനിക്കും തന്നിട്ടുണ്ട്. ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് സംസാരിച്ചതെല്ലാം ഫുൾ ഇവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എൻ്റെയൊക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് റെക്കോർഡില്ല. റെക്കോർഡ് ചെയ്യുമ്പോൾ വിളിച്ചു പറയുന്ന ഫോണാണ് എൻ്റെ ഫോൺ. ഇത് ഓട്ടോമാറ്റിക് റെക്കോർഡുള്ള ഫോണുണ്ട്. അതിലോട്ട് വിളിക്കുമ്പോൾ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്യും. ഇവർ വിളിക്കുന്ന സമയത്ത് മുക്കിയും മൂളിയും ഹാ ഹൂ എന്ന് മാത്രമേ സംസാരിക്കൂ. ബാക്കിയുള്ള ആൾക്കാർ പറയുന്ന കാര്യം മൊത്തം ഇവരുടെ കയ്യിൽ റെക്കോർഡഡ് ആണ്. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ മീശ വിരിച്ച് നടക്കുന്ന റിയാക്ഷൻ വ്ളോഗേഴ്സ് മൊത്തം ഇവർ എന്ത് തെണ്ടിത്തരം ചെയ്താലും ശബ്ദിക്കാതെ. അല്ലെങ്കിൽ ഈ യൂട്യൂബ് വ്ളോഗേഴ്സിനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. രേണു സുധി ഇങ്ങനെയിട്ട് അടച്ചാക്ഷേപിക്കുന്ന ഈ സ്ത്രീ ഇവർ പൈസ തട്ടിപ്പ് നടത്തിയെന്നും പറഞ്ഞ് റെസീപ്റ്റ് കൊണ്ടുവച്ച് ഓസ്മലയാളി ടോക്കീസ് എന്ന് പറയുന്നൊരു ചാനലിൽ യുവതി തെളിവടക്കം വെച്ച് സംസാരിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്യാൻ തയ്യാറായോ? അപ്പം നിന്റെയൊക്കെ മൂക്കിന് താഴെ ഇരിക്കുന്ന മീശയ്ക്ക് മൂക്കൊലിപ്പ് തടയാൻ വെച്ചേക്കുന്നതാണെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ആരും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് ഇവർക്കെതിരെ പടപൊരുതിയപ്പോൾ നിങ്ങൾ ഒറ്റ എണ്ണം വേണ്ടിയില്ല. ഈ ഓൺലൈൻ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് രേണു സുധിയെ വിമർശിക്കാൻ എന്താണ് യോഗ്യത? എന്താണ് നിങ്ങളുടെയൊക്കെ യോഗ്യത? നിങ്ങൾക്ക് വിമർശിക്കാം, എന്തെങ്കിലും സോഷ്യൽ റിലവൻറ്റ് ടോപ്പിക് എടുത്തുകൊണ്ടിട്ട് വിമർശിക്കൂ. രേണു സുധി എന്താണ് ചെയ്തത്? അവരുടെ പെട്ടി പൊട്ടിച്ച് പരിശോധിക്കണമെന്നും പറഞ്ഞ് ഷെഫീന എന്ന് പറയുന്ന സ്ത്രീ ആഹ്വാനം ചെയ്തു. അവരുടെ പെട്ടി പൊട്ടിച്ചപ്പോൾ അവർ കളിയാക്കിയാ പറഞ്ഞത് ഡൈപ്പറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരുടെയും ഡിസേബിലിറ്റിയെ കളിയാക്കൂല. പക്ഷേ ഈ സ്ത്രീക്ക് ഡിസേബിലിറ്റി ഇല്ല. ഇത് മറ്റുള്ളവരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി മാത്രമേ ഇവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഇവരുടെ ഡിസേബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇവരെ ഡയപ്പർ ഉപയോഗിക്കുന്നു പറഞ്ഞ് ഇവരെ കളിയാക്കുന്നത് ഇവരൊരു പബ്ലിക്കിൽ സ്ഥലത്ത് പോയിട്ട് പച്ചയ്ക്ക് യൂറിൻ പാസ് ചെയ്ത് ലൈവ് വഴി നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇത്രയും ഇതൊക്കെ ഉള്ള ഇവർക്ക് സാധാരണ നമ്മൾ പറയും വയ്യാത്ത ആളുകൾ നിങ്ങൾക്ക് കാല് വയ്യെങ്കിൽ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കണം. ഇത്രയും ഡിസേബിലിറ്റി വെച്ചിട്ട് ഇവർ സിമ്പതി പിടിച്ച് പറ്റാൻ നോക്കുന്ന ഈ സ്ത്രീ
എനിക്ക് കാല് വയ്യാത്ത ഒരാളാണ്, എനിക്ക് സുഖമില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഈ സ്ത്രീ എന്തുകൊണ്ട് മനുഷ്യന്റെ പച്ചമാംസം ഇങ്ങനെ തിന്നുന്നു? ഇനി കോടതി ഇവരെ നിയോഗിച്ചു എന്ന് പറയുന്നു. കോടതി കൊടുത്ത് ഇവർക്ക് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന്, ഓൺലൈൻ ജേർണലിസ്റ്റ് ആയിട്ട് കോടതി അനുവാദം കൊടുത്തു എന്ന് പറയുന്നു. ആൾക്കാരെ വായിൽ തോന്നിയാസം വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ വായിക്ക് തടയിടാൻ വേണ്ടി ഈ സ്ത്രീ ഉപയോഗിക്കുന്ന ഒരു അടവാണിത്. അവർക്ക് ഒരു ഓൺലൈൻ കോടതിയും ഒരു മണ്ണാങ്കട്ടയും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു കോടതിയും കൊടുക്കൂല. അത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവരവരെ തള്ളക്കി വിളിക്കും, അല്ലാതെ ഈ സ്ത്രീ പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല. അപ്പൊ കോടതി ഇവരെ നിയോഗിച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ ഇവര് പറയുന്ന അവിഹിതം ഞാൻ വെച്ച് പൊറുപ്പിക്കത്തില്ല, ഇങ്ങനെയുള്ള അവിഹിതക്കാരികൾക്കെതിരെയൊക്കെ ഞാൻ സംസാരിക്കും എന്ന് ഇവര് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്ത്രീയെ നീ ആദ്യം കോടതിയെ ചോദ്യം ചെയ്യണം ഷെഫീന. നീ കോടതിയെ ചോദ്യം ചെയ്യണം ആദ്യം. കാരണം കോടതി പറയുന്നു വിവാഹിതനായ ഒരു പുരുഷന് ലിവിങ് ടുഗദർ ആകാം എന്ന് പറഞ്ഞതാണ്ട് ഇപ്പോൾ ഒരു ന്യൂസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീസെന്റ് വന്നു. ലിവിങ് ടുഗദർ ആവാം, വിവാഹിതനായ പുരുഷന് ഒരു പരസ്ത്രീ ബന്ധം ഉണ്ടാകുന്നത് തെറ്റില്ല എന്ന്. അപ്പൊ കോടതി തന്നെ അനുവദിക്കുന്നു അവിഹിതം. ചോദ്യം ചെയ്യൂ ഷെഫീന, കോടതിയെ ചോദ്യം ചെയ്യൂ. പാവപ്പെട്ട സ്ത്രീകളുടെ നെഞ്ചത്തോട്ട് കുതിര കയറാതെ നീ കോടതിയെ വിമർശിക്കൂ. പറ്റത്തില്ലല്ലേ, പിടുക്ക് വിറയ്ക്കും. ആരാണ് പരമോന്നത നീതിപീഠത്തിനെ ചോദ്യം ചെയ്യുന്നതല്ലേ? അപ്പൊ കോടതിയെ ചോദ്യം ചെയ്യുന്ന, നിരത്തിലിറങ്ങി സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നെന്ന് പറയുന്ന ഒരാളെ കോടതിയെ ചോദ്യം ചെയ്യൂ. അവിഹിതം ഞാൻ വെച്ചു പൊറുപ്പിക്കത്തില്ല കൊച്ചുമൊല്ലാളി എന്നല്ലേ പറയുന്നത്? കോടതിയെ ചോദ്യം ചെയ്യൂ ഷെഫീന. പറ്റത്തില്ലല്ലേ? ഇതുപോലുള്ള പാവപ്പെട്ട സ്ത്രീകളുടെ നെഞ്ചത്ത് കുതിര കയറാൻ മാത്രമേ നിന്നെ കൊണ്ട് പറ്റൂ. പിന്നെ നിന്നെക്കുള്ള ഈ സപ്പോർട്ട് ആരാന്നറിയുമോ ഷെഫീന? നിന്നെ പോലുള്ള സ്ത്രീകൾക്ക് സപ്പോർട്ട് കേരളത്തിൽ ഒരു പറ്റം ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാരും, പിന്നെ പെട്ടെന്ന് ഒരാൾ നന്നാകുമ്പോൾ ചുളിവിൽ ഒരാൾക്കെല്ലാം കിട്ടുമ്പോൾ അതിൽ അസൂയ പൂണ്ട കുറെ അസൂയയും കുശുമ്പും മാത്രമുള്ള കുറെ അപൂർവ ജന്മങ്ങളുണ്ട്. പിന്നെ നിന്റെ വായിൽ നീ മറ്റുള്ള സ്ത്രീകളെ വെർബൽ റേപ്പ് ചെയ്യുമ്പോൾ അത് കേട്ട് സന്തോഷം കൊണ്ട് ആനന്ദ പുളകിതരായി നിന്റെ വായിലിരിക്കുന്ന അശ്ലീലം കേൾക്കുമ്പോൾ ആത്മരതി അടയുന്ന ഒരു കൂട്ടം ആളുകൾക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ നിന്നെ കൊണ്ടാകും ഷെഫീന. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു മനുഷ്യനെ ഒന്നും ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. നിന്റെ ഈ വെല്ലുവിളികളും നിന്റെ ഗോഷ്ഠികളും നിന്റെ വാ തുറക്കുമ്പോഴുള്ള ഈ അശ്ലീലതകളും ഇതുപോലുള്ള പാവപ്പെട്ട സ്ത്രീകളുടെ നെഞ്ചത്ത് കുതിര കയറുന്ന നിന്റെ ഇതുമൊക്കെ ഈ കേരളത്തിൽ മാത്രമേ നടക്കൂ. എന്തെന്നറിയാമോ? സരിത എസ് നായരും മോൺസൺ മാവുങ്കലും ജീവിച്ച കേരളത്തിൽ ഷെഫീന ജീവിച്ചിരിക്കുന്നതിൽ വലിയ അതിശയോക്തിയൊന്നും തോന്നുന്നില്ല. നമ്മുടെ നാടല്ലേ അല്ലേ? മോൺസൺ മാവുങ്കലും പിന്നെ സരിത എസ് നായരും പിന്നെ ഒരു സൗമ്യ എന്ന് പറഞ്ഞൊരു പെൺകൊച്ചിനെ മൃഗീയമായിട്ട് കൊന്ന ഗോവിന്ദചാമിക്കൊക്കെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത നമ്മുടെ നാട്ടില് ഒരു ഷെഫീന ജീവിച്ചിരിക്കുന്നതിൽ വലിയ അതിശയോക്തി ഒന്നും കാണാനില്ല. അപ്പോൾ നീ അവിടെ ഇരുന്നു കൊണ്ട് നിന്റെ വൃത്തികെട്ട വായ വെച്ച് നടത്തുന്ന വെർബൽ റേപ്പിനൊന്നും രേണു സുധിയുടെ ഒരു രോമത്തിൽ സ്പർശിക്കാൻ പോലും പറ്റത്തില്ല. നീ എത്ര നാൾ രേണു സുധിയെ പറഞ്ഞ് ഓപ്പോസിഷൻ അപ്പുറത്തുണ്ടാവുമോ അത്രയും നാൾ രേണു സുധിക്ക് സപ്പോർട്ടീവായിട്ട് ഞാൻ ഇപ്പുറത്തും കാണും. കാരണം ഒരു സ്ത്രീ സ്ലീവ്ലെസ് ഇടുന്നതോ ക്ലീവേജ് കാണിക്കുന്നതോ ഡാൻസ് ചെയ്യുന്നതോ ഒന്നും മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യമില്ല. അത് അവനവനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അഥവാ അത് ചോദ്യം ചെയ്യുന്നെങ്കിൽ കോടതി ചോദ്യം ചെയ്യട്ടെ. ഇപ്പോൾ ദ്രൗപദി മുർമു ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപതി ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ അശ്ലീലത പ്രചരിപ്പിക്കുകയും ശരീരം കാണിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെ വെബ്സൈറ്റ് നീക്കം അവരുടെ പേജ് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ദ്രൗപദി മുർമു ഇത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അങ്ങനെ അർഹതപ്പെട്ട അധികാരപ്പെട്ട ആൾക്കാർ ചോദിക്കട്ടെ, നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ? നിങ്ങൾ ആരാണ് ചോദിക്കാൻ? നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ചുമ്മാ വന്നിരുന്നുകൊണ്ട് ഈ കുടുംബമഹിമ വിളമ്പാനും ഈ സ്വയം പൊക്കാനും അല്ലാതെ സ്ത്രീയെ നിങ്ങളെ കൊണ്ട് എന്ത് സാധിക്കും? മറ്റുള്ളവരുടെ പിന്നെ കാര്യത്തിലോട്ട് എത്തി നോക്കി നമ്മൾ നാട്ടുകാരെന്ത് പറയും എന്നോർത്ത് ജീവിക്കരുതെന്ന് പറയും. ഈ സ്ത്രീ അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. മറ്റുള്ളവരുടെ കാര്യം മാത്രം കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ പച്ചമാംസം മാത്രം തിന്ന് ജീവിക്കുന്ന ഒരു കഴുകന് തുല്യമാണ് ഈ സ്ത്രീ. അപ്പൊ ഇതുപോലുള്ള ഒരു സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ അതേ ലെവലിൽ തൂക്കിയാൽ മതി. രേണു സുധി ഇപ്പൊ രേണു സുധിയുടെ കുറ്റം പറയാൻ വേണ്ടി ഇവർ ഇന്നലെ ഏതോ ഒരാളിനെ കൊണ്ടുവന്നിരുന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് കണ്ടു. എന്തോ വീഡിയോ ഒക്കെ എടുത്ത് ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ആളിനെ കാണുമ്പോൾ തന്നെ അറിയാം പുള്ളിക്കാരൻ നോർമലാണോ അബ്നോർമലാണോ എന്ന്. എന്തോ പരസ്പരം എന്തോ ഇല്ലാത്ത കാര്യം പറയുന്നു. ഇവർ അതിനെ ഊട്ടി ഉറപ്പിച്ച് ഇവർ ചോദിച്ചിട്ട് അയാൾ പറയുന്ന അവ്യക്തമായ കാര്യങ്ങൾ ഇവർ വ്യക്തമായിട്ട് ഇന്നതാണ് പുള്ളിക്കാരൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ഇവർ പറയുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഇവരുടെ സ്ക്രിപ്റ്റാണ് ആ പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. ഇനി കൊല്ലം സുധിയാണ് രേണു സുധിയുടെ വീട്ടിലുള്ള ആളുകളുടെ മൊത്തം ചെലവ് നോക്കിയത്. പുള്ളിക്കാരനാണ് അധ്വാനിച്ചതെന്ന് പറയുന്നു. അതിൽ മരണം വരെ കൊല്ലം സുധി എവിടെയെങ്കിലും വന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ടോ? പുള്ളിക്കാരനില്ലാത്ത പരാതി എന്തിനാണ് ഈ സ്ത്രീക്ക്? ഇപ്പൊ കിച്ചു വന്നത് പറഞ്ഞു വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ ചെലവുകൾ അച്ഛനാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന്.
കിച്ചു ഇപ്പോഴാണല്ലോ അതൊന്ന് പറയുന്നത്. ഇപ്പൊ അച്ഛൻ നിലവിലില്ല, അച്ഛൻ മരിച്ചും പോയി. അന്ന് പറയാത്ത കാര്യം കിച്ചു ഇപ്പൊ വന്നിരുന്ന് പറയുന്നു. ഇതേ കാര്യം ഈ സ്ത്രീയും പറയുന്നു. തട്ടിച്ചു നോക്കുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവും മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയുള്ള, അതായത് സോഷ്യൽ മീഡിയയിൽ കുറേ നാളായി, ഒരു 3 വർഷത്തോളമായി ഇവർ കയ്യിൽ കുത്തുന്നു. മറ്റുള്ളവർക്ക് കിട്ടുന്ന നല്ല രീതിയിലുള്ള ഒരു പ്രശംസ പോലും ചീത്തവിളിയും കുത്തുവാക്കും തെറിയും അല്ലാതെ ഈ സ്ത്രീക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് വാ തുറന്ന് വെച്ച് അനാവശ്യം ഛർദ്ദിക്കാൻ എല്ലാവരെ കൊണ്ട് പറ്റും. 1 മണിക്കൂർ ഒരു ഡിബേറ്റിൽ ചീത്ത വിളിക്കാതെ 1 മണിക്കൂർ പോയിട്ട് 10 മിനിറ്റ് സംസാരിക്കാൻ ഈ സ്ത്രീയെ കൊണ്ട് പറ്റത്തില്ല. ഈ സ്ത്രീ ഇന്നലെ രേണുവിനെ പറയുന്നു രേണു തെറിച്ചേച്ചിയാണെന്ന്. അതായത് തെറിച്ചേച്ചി എന്ന് പറയുന്ന രേണു വൃത്തികെട്ട സ്ത്രീയെ മറ്റവളെ എന്ന് വിളിച്ചത് കൊണ്ട് രേണു സുധി തെറിച്ചേച്ചിയാണെന്ന് പറയുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കേൾപ്പിച്ചു തരാം. ഈ രേണു സുധി മറ്റവളെ എന്ന് വിളിക്കുമ്പോൾ തെറിച്ചേച്ചി ആവുന്നുണ്ടെങ്കിൽ ഇവരുപയോഗിക്കുന്ന ഭാഷ, പബ്ലിക്കിൽ ഇവരുപയോഗിക്കുന്ന ഭാഷ, അപ്പൊ ഇവരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ഓൾറെഡി തെറിത്താത്ത എന്നുള്ള പേര് ഇവർക്കുണ്ട്. രേണു സുധി തെറിച്ചേച്ചിയാണെന്ന്. അപ്പോ നമുക്ക് രേണു സുധിയെ തെറിച്ചേച്ചി എന്ന് പറഞ്ഞ ആളിന്റെ ഒരു ഓഡിയോ കേട്ടാലോ? ഒരു ഓഡിയോ ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം. ഇവരുടെ ഒരു ഓഡിയോ. ഈ വോയിസ് കൂടെ കൊണ്ടായി ആഡ് ചെയ്യടാ. പട്ടിപ്പോലെ ആടി മോനെ, പഞ്ചായത്ത് വേശിക്കൊണ്ടായവനെ, പഞ്ചായത്ത് വേശിക്കൊണ്ടായ പടക്കക്കടയുടെ മോനെ, നിന്റെ അമ്മയുടെ പോടാ, നിന്റെ കയ്യിൽ കൊച്ചിൻ വെച്ചിരിക്കുന്നില്ലേ അതിനെയും കൂടെ വിറ്റ് പടക്കശാലയാണ് മൊത്തം. നിന്റെ തള്ളയും നിന്റെ ഭാര്യയും നിന്റെ കയ്യിലിരിക്കുന്ന പിഞ്ചു കുഞ്ഞുൾപ്പെടെ പടക്കശാല. അതായത് പിഞ്ചു കുഞ്ഞുൾപ്പെടെ പടക്കശാല എന്ന് വിളിച്ച വൃത്തികെട്ട സ്ത്രീയെ നിങ്ങൾക്ക് എന്തർഹതയാണ് രേണുവിനെ തെറിച്ചേച്ചി എന്ന് വിളിക്കാൻ? പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. എന്ത് യോഗ്യതയാണ് രേണു സുധിയെ തെറിച്ചേച്ചി എന്ന് വിളിക്കാനുള്ളത്? ഇവരുടെ വായിന്ന് വീഴുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഇവർ മറുപടി കൊടുക്കൂല. ഇവരോട് നമ്മളൊന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവരതിന് പച്ചത്തെറിയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരുപാട് കള്ളത്തരങ്ങൾ, ഇപ്പൊ തന്നെ ഇവരുടെ ഒരു കള്ളത്തരം ഞാൻ ലൈവ് ഇട്ട് അത് പൊളിച്ചെടുക്കുമ്പോൾ ഇവർ വന്നിട്ട് അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. ഇവരിപ്പോൾ രേണുവിന്റെ ലൈഫിലോട്ട് ഇടിച്ചു കയറാനും കാരണം ഇവർക്ക് ആരോ കൊടുത്ത കൊട്ടേഷനാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇവർ കിച്ചുവിനെ പോയി കണ്ടത്, കിച്ചുവിന്റെ പേര് വെച്ച് ഇവർ ഗ്രൂപ്പിൽ പിരിവെടുക്കുന്നുണ്ട്. ഇവരുടെ ഗ്രൂപ്പിൽ AKSMA എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെഫീനെ പിരിവെടുക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു ലേഡി ഇവരുടെ ഗ്രൂപ്പിൽ അനുഭവിച്ച തിക്താനുഭവങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എന്നോട് പങ്കുവെച്ചതിൻ്റെ കുറച്ച് ഓഡിയോ റെക്കോർഡ്സ് കൂടി ഞാൻ ഇവിടെ വെക്കാം. അതുകൂടി കേട്ടിട്ട് നിങ്ങൾ ജനങ്ങളെ വിലയിരുത്തുക. പിന്നെ ഇവളുടെ വായിലെ വെർബൽ റേപ്പ്, സെക്സ് ചൊവ്വയുള്ള അശ്ലീല വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ അതിൽ ആത്മനിർവൃതി അടയുന്ന ആത്മരതി കൊള്ളുന്ന ആൾക്കാരുടെ കമൻസിൻ്റെ ആവശ്യം എനിക്കില്ല. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നിട്ട് ഇവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഇറങ്ങി ജീവനും കൊണ്ട് ഓടിയ ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റി അവർക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ആ റെക്കോർഡ് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ഇതും കൂടി നിങ്ങൾ കേൾക്കാം. ഞാൻ ഓസ് മലയാളിയുടെ ചാനൽ മുമ്പൊന്നും വല്ലപ്പോഴും കാണാറുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാനതിൽ ഒരെണ്ണത്തിലോട്ട് ഞാനൊരു മെസ്സേജ് ഇട്ടായിരുന്നു. ഇന്നത്തെ സാറ്റർഡേയിലെ ലൈവ് കണ്ടപ്പോൾ എനിക്കും കുറച്ച് കാര്യങ്ങളെന്ന് പറയണമെന്ന് തോന്നി. കാരണം ഇത്രയധികം പ്രൂഫുകൾ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കാണിക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. ഞാൻ ഇവരുടെ ഇവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇത്രയും പവർഫുള്ളായിട്ട് ഒരു ലേഡി പറയുന്നുണ്ടല്ലോ, അവരെല്ലാ സബ്ജക്റ്റൊന്നും എനിക്ക് ഒരു വിധത്തിൽ അവരോട് യോജിക്കാത്തതുണ്ട്. പക്ഷേ എങ്കിലും ചില കാര്യങ്ങളെങ്കിലും അവർ പറയുന്നത് കറക്റ്റ് ആണല്ലോ വിചാരിച്ചിട്ട് അവരുടെ താഴെ വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ തലവെച്ച് കൊടുത്തതാണ് സത്യത്തിൽ. എന്നിട്ട് കുറച്ച് മാസങ്ങൾ ഞാൻ അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവിടെ വന്ന ശേഷം ഇതൊരു അടിമപ്പട പോലെയാണ്. അതായത് എപ്പോഴാണോ ലൈവ് ഉള്ളത് അപ്പോൾ അവിടെ വന്നിരിക്കണം. അതേപോലെ അവർക്കെതിരെ ആരാണോ പറയുന്നത് അവിടെ ചെന്നിട്ട് സൈബർ അറ്റാക്ക് നടത്തുന്ന പോലെ അവിടെ ചെന്ന് മെസ്സേജ് ഇടണം. ഇട്ടില്ലെങ്കിൽ ഇവർക്ക് ചെയ്തോളൂ, നീ അവിടെ പോയി മെസ്സേജ് ഇട്ടോ, അവിടെ പോയി മെസ്സേജ് ഇടും, ഇങ്ങനെ ഇട് പറഞ്ഞിട്ട് ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടാണെങ്കിലും പോയി കയറി, ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഞാൻ പകൽ മൊത്തം ജോലിയിലായിരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഒരുപാട് മെസ്സേജ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് നമ്മുടെ അടുത്തൊരു ഡ്യൂട്ടി ചെയ്യേണ്ട പോലത്തെ ഒരു മനസ്സ്, വൈകുന്നേരം മെസ്സേജ് ചെയ്യണം, ലൈവ് ആവണം എന്നുള്ള ആ ഒരു തലയിലേക്ക് അവരടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് ആ ഗ്രൂപ്പിലുള്ളവർ. അവർക്ക് വേണ്ടി ജോലി ചെയ്യണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ പൈസ പിരിവൊക്കെ ക്രമേണ അറിയുന്നു. അതുമാത്രമല്ല ഇപ്പം മുമ്പ് ഇവരോട് തോന്നിയിരുന്ന വെച്ചാൽ ഇവർ ഇസ്ലാമിലെ കുറേ തെറ്റായ കാര്യങ്ങൾ, ഒരു മാനവിക വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരെ ഇവർ റിയാക്ട് ചെയ്യുന്നുണ്ട്, സുന്നത്തിനെതിരെ അങ്ങനെ. അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ ആയിട്ട് ഇവർക്കെതിരെ നിൽക്കണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക് ആ സൈഡിൽ നിന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കേട്ടിട്ടും ആളങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ള ആൾ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ തിരിഞ്ഞു. അതേപോലെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫണ്ടിന് വേണ്ടിയിട്ടാണ്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇതാക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഇഷ്യൂസിലേക്ക് കയറും. അങ്ങനെ ക്രമേണ ഇവരുടെ നിലപാടുകൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങി. പിന്നെ ഈ പൈസ ചോദിക്കുന്നതും ഇവർ ഡയറക്റ്റ് ചോദിക്കുന്നത് ഗ്രൂപ്പിൽ ഇങ്ങനെ പറയും, എല്ലാവരും അങ്ങനെ അല്ലാത്ത രീതിയിൽ പറയും. പിന്നെ ഉള്ളവർ ഈ പറഞ്ഞ പോലെ ശാന്തകുമാരി ടീച്ചറെ കൊണ്ട് ചോദിപ്പിക്കും. എന്നോട് ഡയറക്റ്റ് ശാന്തകുമാരി ടീച്ചറാണ് ക്യാഷ് ഇടാൻ പറഞ്ഞത്. പറഞ്ഞപ്പോൾ എൻ്റെ ക്യാഷ് ഞാൻ ഇട്ടില്ല. ഇതിലും കൂടുതൽ തെളിവുകളായിട്ട് ആൾക്കാർ മുന്നോട്ട് വരാൻ തയ്യാറാകും. പലരും തയ്യാറാകാത്തത് ഇവർ മക്കളെ പറയുന്നത് കൊണ്ടും കുടുംബക്കാരെ അച്ഛനെയും അമ്മയും ചീത്ത വിളിക്കുന്നതും ഇതുപോലെ
ഇതുപോലത്തെ ഒരു സ്ത്രീയായിട്ട് കൂട്ടായിരുന്നു എന്ന് മറ്റുള്ളവരടുത്ത് പറയാൻ ആൾക്കാരുടെ ഒരു മടിയും ആ ഒരു ഇതും മാനക്കേടും നാണക്കേടും ഭയന്ന് ഓരോരുത്തർ പിന്മാറുന്നതും കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനപ്പുറത്തോട്ടുള്ള തെളിവുകളുമായിട്ട് ആൾക്കാർ ഇവരുടെ ദ്രോഹം ഏറ്റുവാങ്ങിയ ആൾക്കാർ വന്നേനെ. അപ്പോൾ ഇനി ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാനിത് വിടാൻ ഉദ്ദേശമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓപ്പോസിഷൻ എത്ര നാൾ വരെ നിൽക്കുന്നു അതിൻ്റെ ഇപ്പുറത്ത് സപ്പോർട്ടീവായിട്ട് രേണുസുധിയുടെ കൂടെ ഞാനും ഉണ്ടാവും. പറ്റാറ്റ.